അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഇന്ന് പ്ലേ ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. മെഹുൽ രാത്രിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൾ വരുന്നു. കോൾ ചെയ്ത ആൾ മെഹുലിനോട് പറയുന്നു JP കോളനിയിൽ ഒരു കൊലപാതകമുണ്ടായെന്ന്. അതിനുശേഷം ആ കോൾ കട്ടാകുന്നു. ആരുടെ കോളാണെന്നറിയില്ല. എന്തായാലും ഉടനെ JP നഗറിൽ പോകണം. മെഹുൽ വേഗം തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നു. സെക്യൂരിറ്റിക്കായി ഒരു റിവോൾവർ കരുതുന്നു. മെഹുൽ വീടിന് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്ക്, 4-വീലർ വണ്ടി, ഒരു പുതിയ ബുള്ളറ്റ് എന്നിവയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, മെഹുൽ ഈ മൂന്നെണ്ണത്തിൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുകയെന്ന് പറയുവാനാകുമോ? ചിന്തിക്കൂ. അപ്പോൾ ഏത് വണ്ടിയാണ് എടുക്കുന്നതെന്നല്ലേ? ഇവിടെ 3 വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ കാറാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. ശ്രദ്ധിച്ചു നോക്കൂ. മെഹുലിന്റെ പുതിയ ബുള്ളറ്റ് പഞ്ചറാണ്. ബൈക്കിൽ നിന്ന് പെട്രോൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെഹുൽ കാറിൽ JP കോളനിയിലേക്ക് പോകും. മെഹുൽ തന്റെ കാറിൽ JP കോളനിയിൽ എത്തിച്ചേരുന്നു. കാറിൽ മെഹുൽ കോളനി മുഴുവനും കറങ്ങിയെങ്കിലും എങ്ങും ഒരു പ്രശ്നമുള്ളതായി തോന്നിയില്ല. ഇവിടെയെല്ലാം നോർമൽ ആണല്ലോ, ആരെങ്കിലും എന്നെ പറ്റിച്ചതാണോ? മെഹുൽ വീട്ടിൽ പോകുന്നതിന് മുൻപ് ആലോചിക്കുന്നു, ഒരു പ്രാവശ്യം ആ നമ്പറിനെ ഒന്ന് ട്രേസ് ചെയ്തേക്കാമെന്ന്. ആ അൺനോൺ നമ്പറിനെ ട്രേസ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. ആ നമ്പറിന്റെ ലൊക്കേഷൻ 500 മീറ്റർ അകലത്തിലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യൻ അടുത്തെവിടെ ഉണ്ടെന്നാണ്. എനിക്ക് ഉടനെ പോയി അയാളെ പിടിക്കണം. ഇവിടുന്ന് അവിടേക്ക് പോകുവാനായി മെഹുലിന് 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ഇതിലേത് വഴിയാകും മെഹുൽ തെരഞ്ഞെടുക്കുകയെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? ഈ സ്ഥലം നോക്കുവാണെങ്കിൽ ഇവിടെ നിറച്ച് മണ്ണൊക്കെ ഇട്ട് ബ്ലോക്കായി കിടക്കുവാണ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നിറച്ച് ഇരുട്ടാണ്. മഴ പെയ്യാൻ പോകാൻ തോന്നുന്നു. അപ്പോൾ ഇതായിരിക്കും സി ആയിരിക്കും. നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യണം. മെഹുൽ ആദ്യത്തെ വഴിയിലൂടെ തീർച്ചയായും പോകില്ല. കാരണം അടുത്തുള്ള വീടിന് മുന്നിൽ ഒരു 4-വീലർ കിടക്കുന്നുണ്ട്. മെഹുലിന്റെ വണ്ടിക്ക് പോകുവാനായി അവിടെ സ്ഥലമില്ല. 3-മത്തെ വഴിയിൽ നല്ല ഇരുട്ടാണ്, ഒന്നും കാണുന്നുമില്ല. വഴിക്കും വീതി കുറവാണ്. ഇവിടെ കൂടെ വണ്ടി ഓടിച്ചു പോവുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മെഹുൽ 2-ാമത്തെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. മെഹുൽ മൊബൈൽ കാണിച്ച ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടുത്തെ രംഗം കണ്ട് അവിടെ ഒന്നല്ല 2 പേരുടെ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. മെഹുൽ ഉടൻ തന്നെ തന്റെ റിവോൾവറും എടുത്ത് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ആരോ പെട്ടെന്ന് മെഹുലിന് നേരെ വെടിവെക്കുവാൻ തുടങ്ങുന്നു. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിനുള്ളിലേക്ക് തിരിച്ചു കയറുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ആരോ ഒളിച്ചിരുന്ന ഫയറിംഗ് നടത്തുകയാണ്. പോലീസിന്റെ സഹായം തേടേണ്ടതുണ്ട്. വെടിവെക്കുന്ന ആളുടെ എക്സാക്ട് ലൊക്കേഷൻ അറിയില്ല. മെഹുൽ ഉടൻ തന്നെ 100-ലേക്ക് വിളിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് അവിടേക്ക് എത്തിച്ചേരും. പോലീസ് വരുന്നതും മെഹുൽ വേഗം തന്നെ തന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ആകാശത്തേക്ക് വെടിവെക്കുന്നു. എന്നാൽ വെടിവെച്ചുകൊണ്ടിരുന്ന ആൾ ആ സമയം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പോലീസ് അടുത്തുള്ള വീടുകളിൽ അന്വേഷണം നടത്തുന്നു. എന്നാൽ പോലീസിനൊന്നും തന്നെ കിട്ടുന്നില്ല. അവൻ ഏതുവരെ ഓടുവാനാണ്? എവിടെയായാലും അവനെ ഞാൻ പിടിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. മെഹുൽ 2 ഡെഡ് ബോഡിയും നന്നായി പരിശോധിക്കുന്നു. വെടിയേറ്റതുകൊണ്ട് 2 പേരും മരിച്ചുപോയിരുന്നു. മെഹുലിന് 2-മത്തെ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സും മൊബൈലും കിട്ടുന്നു. മെഹുൽ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഏറ്റവും മുകളിലായി മെഹുലിന്റെ തന്നെ നമ്പറായിരുന്നു. ഈ മനുഷ്യനാണ് എന്നെ വിളിച്ചത്. എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഇയാളെയും കൊന്നു. മെഹുൽ പേഴ്സ് നന്നായി പരിശോധിക്കുന്നു. അതിൽ നിന്ന് മെഹുലിന്റെ ചില ഡോക്യുമെന്റുകൾ കിട്ടുന്നു. ആ മനുഷ്യന്റെ പേര് ഭാരത് എന്നായിരുന്നു. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡായിരുന്നു. ആ സമയം അവിടേക്ക് ആംബുലൻസും എത്തിച്ചേരുന്നു. മെഹുൽ വേഗം തന്നെ ഡെഡ് ബോഡിയെ ആംബുലൻസിലേക്ക് കയറ്റി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് അയക്കുന്നു. മെഹുലും അതിനോടൊപ്പം പോകുന്നു. JP കോളനിയിൽ നിന്ന് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴി ശ്മശാനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രാത്രി സമയങ്ങളിൽ ആരും അതുവഴി പോകാറില്ല. എന്തെന്നാൽ അവിടെ ഭൂതങ്ങളും പ്രേതങ്ങളും ഭയപ്പെടുത്തുന്ന ചുടലുകളും ചുറ്റിത്തിരിയാറുണ്ട്. 2-മത്തെ വഴി കാട്ടിലൂടെയാണ്. പക്ഷേ കാട്ടിലെ വഴിയിൽ സിംഹവും പുലിയും ചെന്നായയും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകും. അവർക്ക് മേൽ വണ്ടി തട്ടുവാനും പരിക്കു പറ്റുവാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടിലൂടെയുള്ള വഴി രാത്രിയിൽ ഒഴിഞ്ഞാണ് കിടക്കുന്നത്. 3-മത്തെ വഴി മെയിൻ റോഡിലൂടെയാണ്. പക്ഷേ ഈ വഴിയിലൂടെ ഒരുപാട് പോകേണ്ടി വരും. അപ്പോൾ ലോജിക്കൽ ആർമി, ചിന്തിച്ചിട്ട് പറയൂ, മെഹുലും ആംബുലൻസും ഏത് വഴിയിലൂടെ ആയിരിക്കും പോവുകയെന്ന്? അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ നിറച്ച് മൃഗങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറേ ദൂരമുണ്ട്. എനിക്ക് തോന്നി പ്രേതങ്ങളുടെ വഴിയായിരിക്കും. കാരണം പ്രേതങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ, പേടിപ്പിച്ചു വിടത്തല്ലേ ഉള്ളൂ. എൻ്റെ ഉത്തരം A ആണ്. നിങ്ങളുടെ ഉത്തരം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. മംഗ്ലീഷ് കീബോർഡ്, മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കീബോർഡ്. ഡൗൺലോഡ് ദി ആപ്പ് നൗ.
പോകേണ്ടതുണ്ട്. രണ്ടാമത്തെ വഴി റിസ്ക് ആണ്. അവിടെ മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്നുണ്ടാകും. മെഹുൽ ആദ്യത്തെ വഴിയിലൂടെ ആയിരിക്കും പോവുക. കാരണം ഭൂതങ്ങളും പ്രേതങ്ങളും തുടലുകളും അങ്ങനെ ഒന്നുമില്ല. മെഹുൽ അതിനെ ഒന്നും ഭയക്കുന്ന കൂട്ടത്തിലുമല്ല. മെഹുൽ ആദ്യത്തെ വഴി തിരഞ്ഞെടുക്കുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ലാബിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഉരുളക്കിഴങ്ങ്, തക്കാളി, മുളക്, വെണ്ട. ഇതിൽ ഓട് വൺ ഔട്ട് ഏതാണ്? ലോജിക്കൽ ആർമി മെഹുലിന് ഏത് ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്? തക്കാളി. കാരണം ഇത് 3 മുകളിലാണ് വരുന്നത്. തക്കാളി പോട്ടെ, കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ കിഴങ്ങ്. ഇത് 4 വെജിറ്റബിൾ ആണ്. എന്നാൽ ഉരുളക്കിഴങ്ങ് ഒഴിച്ച് മറ്റൊന്നിന്റെയും തൊലി ഇളക്കാറില്ല. പക്ഷേ ഉരുളക്കിഴങ്ങിന്റെ തൊലി എപ്പോഴും എടുത്ത് കളയാറുണ്ട്. മെഹുൽ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നതും ലാബിന്റെ വാതിൽ തുറക്കപ്പെടും. മെഹുൽ ലാബിനകത്തേക്ക് പോകുന്നു. മെഹുൽ 2 ഡെഡ് ബോഡിയും ലാബിനകത്ത് വയ്ക്കുന്നു. ഇത്രയും രാത്രി ഇനി ഡോക്ടർ സഞ്ജനെ വിളിക്കുന്നത് ശരിയാകില്ല. പകൽ മുഴുവൻ പണിയെടുത്ത് തളർന്നു കാണും. നാളെ വെളുക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. മെഹുൽ ഡെഡ് ബോഡി അവിടെ വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ഉറങ്ങുന്നു. അടുത്ത ദിവസം 9 മണിക്കാണ് മെഹുൽ ഉറക്കമുണരുന്നത്. ഞാൻ വളരെ ലേറ്റ് ആയല്ലോ. ഡോക്ടർ സഞ്ജന ലാബിൽ എത്തിയിട്ടുണ്ടാകും. മെഹുൽ വേഗം തയ്യാറായി ലാബിലേക്ക് എത്തുന്നു. എന്നാൽ ലാബിനകത്തെ സീൻ കണ്ടിട്ട് മെഹുൽ അത്ഭുതപ്പെടുന്നു. ലാബിനകത്തെ എല്ലാ സാധനങ്ങളും ഒടിഞ്ഞു പറഞ്ഞു കിടക്കുകയായിരുന്നു. ഡോക്ടർ സഞ്ജന കസേരയിലിരുന്ന് ആരോടും സംസാരിക്കുകയായിരുന്നു. മെഹുൽ ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഡോക്ടർ സഞ്ജന, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആരാണ് ചെയ്തത്? എനിക്കൊന്നും അറിയില്ല മെഹുൽ. ഞാൻ രാവിലെ ഇവിടെ എത്തിയപ്പോഴേക്കും ആരോ ഇതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. മെഹുൽ ഉടൻ ഡെഡ് ബോഡി നോക്കുവാനായി പോകുന്നു. എന്നാൽ അവിടെ ഭരത്തിന്റെയും രണ്ടാമത്തെ ആളുടെയും മൃതദേഹം ഉണ്ടായിരുന്നില്ല. ഓ നോ, ആരോ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. അവർ ശക്തരാണ്. അതുകൊണ്ടാണ് ലാബ് പൊളിച്ചു മാറിയിട്ട് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയത്. ഞാൻ അവരെ വെറുതെ വിടില്ല. മെഹുൽ ഉടൻ തന്നെ ആ കമ്പനി ലക്ഷ്യമാക്കി പോകുന്നു. അതിന്റെ അഡ്രസ് മെഹുലിന് ഭരത്തിന്റെ ID കാർഡിൽ നിന്നാണ് കിട്ടിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മെഹുൽ ആ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ 3 പ്രൈവറ്റ് കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഒന്നിലും പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ത് ചുറ്റിക്കളിയാണ്? ഇവിടെ ഒന്നിന്റെയും പേരെഴുതിയിട്ടില്ലല്ലോ. ലോജിക്കൽ ആർമി, ഈ 3 എണ്ണത്തിൽ ഏതിലായിരിക്കും മെഹുൽ പോവുക? ചിന്തിക്കൂ. ഇതില് ID കാർഡ് ഒന്ന് കാണിച്ചേ. ID ഇതെന്ത് ചുറ്റിക്കളിയാണ്? തന്നെ ആ കമ്പനി രണ്ടാമത്തെ ആളുടെയും മൃതദേഹം ഉണ്ടായിരുന്നില്ല. ആരോ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയെന്നാണ് തോന്നുന്നത്. അവർ ശക്തരാണ്. അതുകൊണ്ടാണ് ലാബ് പൊളിച്ചു മാറിയിട്ട് ഡെഡ് ബോഡി. ഞാൻ ID കാർഡ് ഒന്ന് നോക്കട്ടെ. ID 2 പേരുടെ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. മെഹുൽ ഉടൻ തന്നെ തന്റെ റിവോൾവർ ആരോ ഓടിച്ചിരുന്നു. പോലീസ് വരുന്ന എവിടെയായാലും മൊബൈൽ കിട്ടുന്നു. മെഹുൽ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഏറ്റവും മുകളിലായി മെഹുലിന്റെ തന്നെ നമ്പർ ആയിരുന്നു. ഇടിയേറ്റതുകൊണ്ട് 2 പേരും മരിച്ചുപോയി. മെഹുലിന് രണ്ടാമത്തെ പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സും മൊബൈൽ കിട്ടുന്നു. മെഹുൽ മൊബൈൽ ഒരു പ്രൈവറ്റ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പ്രൊഫഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഇവിടെ വല്ലതും കൊടുത്തിട്ടുണ്ടായിരിക്കും. നെയിം ഭരത്. ഇവിടെ ഈ ഫോട്ടോ മതി നമുക്ക്. ഈ ഫോട്ടോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഡ്യൂട്ടിയും പ്രധാനമാണ്. ഉത്തരം നൽകുന്നത് ഭാരത് ഈ കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡ് ആയിരിക്കണം. അയാൾ എടുത്തുകൊണ്ടുപോയത്. ഞാൻ അവരെ വെറുതെ വിടില്ല. മെഹുൽ ഉടൻ തന്നെ ആ കമ്പനി ലക്ഷ്യമാക്കി പോകുന്നു. അതിന്റെ അഡ്രസ് മെഹുലിന് ഭരത്തിന്റെ ID കാർഡിൽ നിന്നാണ് കിട്ടിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മെഹുൽ ആ അഡ്രസ്സിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ 3 പ്രൈവറ്റ് കമ്പനികളാണ് ഉണ്ടായിരുന്നത്. ഒന്നിലും പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതെന്ത് ചുറ്റിക്കളിയാണ്? ഇവിടെ ഒന്നിന്റെയും പേരെഴുതിയില്ലല്ലോ. ലോജിക്കൽ ആർമി, ഈ 3 ഏതായിരിക്കും മെഹുൽ പോവുക? ഞാൻ പറയണേ ബി. കാരണം ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നതും ഇതും ഒരേ സ്ഥലമാണ്. ഞാൻ പറയണേ ബി. ആദ്യത്തെയും രണ്ടാമത്തെയും കമ്പനിയുടെ പുറത്ത് സെക്യൂരിറ്റി ഗാർഡ് ഇരിക്കുന്നുണ്ട്. എന്നാൽ 3ാമത്തെ കമ്പനിയിൽ സെക്യൂരിറ്റി ഗാർഡിന്റെ കസേര ഒഴിഞ്ഞിടക്കുകയാണ്. ഇതിനർത്ഥം ഭരത് ഈ കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നിരിക്കണം. അയാൾ മരിച്ചു. അതുകൊണ്ടാണ് ആ കസേര ഒഴിഞ്ഞിടക്കുന്നത്. മെഹുൽ കമ്പനിയുടെ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടുത്തെ മാനേജറോട് പറയുന്നു, ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഭരത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ആ സമയത്ത് മാനേജർ പറയുന്നത്, ഭരത് ആദ്യം 3ാമത്തെ കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നു.
എന്ന്. ഇവിടുത്തെ 3 കമ്പനിയുടെ മുതലാളി ഒരാളാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഭരത് ഈ കമ്പനിയിൽ ട്രാൻസ്ഫർ ആയി എത്തുന്നതെന്നും. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ഭരത്തിനെ കാണുവാനില്ല. നിങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡ് ഭരത് മുങ്ങിയതല്ല, മറിച്ച് അയാളെ ആരോ ഇല്ലാതാക്കിയതാണ്. അയാളെ കൊന്നിരിക്കുകയാണ്. മെഹുൽ പറഞ്ഞത് കേട്ടിട്ട് മാനേജർ ഷോക്കായി പോകുന്നു. മാനേജർ പറയുന്നു, സർ എനിക്കും ഈ കമ്പനിയിൽ വന്നതിന് ശേഷം എന്തോ കുഴപ്പമുള്ളതായി തോന്നുകയാണ്. ഞാനിവിടെ പകൽ ഡ്യൂട്ടിയിലാണ്. രാത്രിയിൽ ഇവിടെ മാനേജർ രാകേഷ് ആണുള്ളത്. അതുപോലെ ഭരത്തിനും നൈറ്റ് ഡ്യൂട്ടിയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഭാരത്തിന്റെ മരണവുമായി രാകേഷിന് തീർച്ചയായും എന്തെങ്കിലും ബന്ധമുണ്ടാകണം. മെഹുൽ മാനേജറിൽ നിന്ന് രാകേഷിന്റെ വീടിന്റെ അഡ്രസ് വാങ്ങുന്നു. എന്നിട്ട് തന്റെ കാറും എടുത്ത് അയാളുടെ വീടിന് നേരെ പോകുന്നു. വഴിയിൽ മെഹുൽ ജ്യൂസ് വിൽക്കുന്ന ഒരു കട കാണുന്നു. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഡ്യൂട്ടിയും പ്രധാനമാണ്. എന്റെ ആരോഗ്യം നോക്കേണ്ടതും അത്യാവശ്യമാണ്. മെഹുൽ ആ ജ്യൂസ് കടയിലേക്ക് എത്തുന്നു. ജ്യൂസ് കടയിൽ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണോ അതിന് ശരിയായി ഉത്തരം നൽകുന്നത് അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഫ്രീ ആയി കിട്ടുമെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾ ഈ ചോദ്യത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നതെന്ന് പറയൂ. നന്നായിട്ട് ആലോചിക്കൂ ലോജിക്കൽ ആർമി. അതുപോലെ തന്നെയാണ്. പിന്നെ 3ാമത്തെ നമ്പറിൽ നിന്ന് 2ാമത്തെ നമ്പർ കുറയ്ക്കുക. അതായത് 9ൽ നിന്ന് 2. ഇവിടെ മാനേജർ രാകേഷിന്റെ വീടിന്റെ അഡ്രസ് അത്യാവശ്യമാണ്. മെഹുൽ ആ ജ്യൂസ് കടയിലേക്ക് എത്തുന്നു. ജ്യൂസ് കടയിൽ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണോ അതിന് ശരിയായി ഉത്തരം നൽകുന്നത് അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഫ്രീ ആയി കിട്ടുമെന്ന്. ലോജിക്കൽ ആർമി, നിങ്ങൾ ഈ ചോദ്യത്തെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്താണ് വരുന്നതെന്ന് പറയും. നന്നായിട്ട് ആലോചിക്കൂ ലോജിക്കൽ ആർമി. 1 2 3 3 12 അല്ലേ? 12ന്റെ അവിടെ 17 എങ്ങനെ വന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആൻസർ അതായത് 9ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 7. അതുകൊണ്ടാണ് ആദ്യത്തെ നമ്പർ 17 ആയത്. രണ്ടാമത്തേതിൽ 13, മൂന്നാമത്തേതിൽ 32, നാലാമത്തേതിന് ആദ്യത്തെ നമ്പർ 5, രണ്ടാമത്തെ നമ്പർ 7 - 5 ചെയ്യുമ്പോൾ 2. അങ്ങനെ 52 ആകും. മെഹുൽ ഇതിന്റെ ശരിയായ ഉത്തരം നൽകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ജ്യൂസ് ഫ്രീ ആയി കിട്ടും. മെഹുൽ 2 ഗ്ലാസ് ജ്യൂസും കഴിച്ചിട്ട് രാകേഷിന്റെ വീട്ടിലേക്ക് പോകും. രാകേഷിന്റെ നമ്പർ 7 - 5 ചെയ്യുമ്പോൾ 2. അങ്ങനെ 52 ആകും. മെഹുൽ ഇതിന്റെ ശരിയായ ഉത്തരം നൽകുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ജ്യൂസ് ഫ്രീ ആയി കിട്ടുന്നു. മെഹുൽ 2 ഗ്ലാസ് ജ്യൂസും കഴിച്ചിട്ട് രാകേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. രാകേഷിന്റെ വീട്ടിലെത്തിയപ്പോൾ മെഹുലിന് ശരിക്കും സംശയമാകുന്നു. രാകേഷിന് നല്ല പണമുണ്ടെന്ന് തോന്നുന്നു. വീടിന് മുന്നിൽ 3 വണ്ടികൾ കിടക്കുന്നു. ഇതൊരു VIP ബംഗ്ലാവാണ് പണിതിരിക്കുന്നത്. ഒരു ചെറിയ പ്രൈവറ്റ് കമ്പനിയുടെ മാനേജറുടെ കയ്യിൽ ഇത്രയും പൈസ എങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക? മെഹുൽ വാതിൽ മുട്ടിയപ്പോൾ ഒരു വേലക്കാരൻ വരുന്നു. എനിക്ക് ഈ വീടിന്റെ ഉടമ രാകേഷിനെ കാണണം. വേലക്കാരൻ മെഹുലിനോട് പറയുന്നു, മെഹുൽ ഉടൻ അകത്തേക്ക് കയറുന്നു. അവിടെ രാകേഷ് സ്വസ്ഥമായി കിടന്ന് മസാജിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടെ കിടന്ന് മസാജ് ചെയ്യുന്നു. അവിടെ ഭാരത്തിന്റെ കൊലപാതകം നടന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള മസാജിങ് ഞാൻ ജയിലിൽ വെച്ച് നടത്തിത്തരാം. ചോദ്യം ചെയ്തപ്പോൾ രാകേഷ് എല്ലാ സത്യവും പറയുന്നു. ഞങ്ങൾ കമ്പനിയിൽ ഉൽപാദനത്തോടൊപ്പം മദ്യത്തിന്റെയും ആയുധങ്ങളുടെയും സപ്ലൈ ഉണ്ടായിരുന്നു. അതിലൂടെ വളരെയധികം പൈസ ഉണ്ടായിരുന്നു. എന്നാൽ ഭാരതും അവന്റെ ഒരു സുഹൃത്തും ഇതൊക്കെ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ കൊന്നത്. മെഹുൽ രാകേഷിന്റെ സഹായത്തോടെ ആ കൊലപാതകത്തിൽ പങ്കാളിയായി മാരിയെയും ഡോക്ടർ സഞ്ജനയും കൊഷ്കിയായിരുന്നു. ആ സമയത്ത് മെഹുൽ തന്റെ ക്യാമറയെടുത്ത് ഒറ്റയ്ക്ക് കാട്ടിൽ ഫോട്ടോ എടുക്കുവാനായി പോകുന്നു. കാടിന് നടുവിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നതായി കാണുന്നു. മെഹുൽ ദൂരെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോയെ സൂം ചെയ്ത് നോക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഈ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. തോന്നിയത് എന്റെ കണ്ണുണ്ട്, കണ്ണ് മൊത്തം വെള്ള കളർ. അതുകൊണ്ടായിരിക്കും. ഞാൻ കഴുത്തില് ഷട്ടിലൊക്കെ കുറെ പാടുണ്ട്. ശ്രദ്ധിച്ചു നോക്കും. ആ മനുഷ്യന്റെ കഴുത്തിൽ വളരെയധികം മുറിവുകളുണ്ട്. ഇതിനർത്ഥം അയാൾ മരിച്ചിരിക്കുന്നുവെന്നാണ്. എന്തെന്നാൽ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കഴുത്തിൽ ഇത്രയും മുറിവ് ഉണ്ടാകില്ലായിരുന്നു. മെഹുൽ വേഗം അയാളുടെ അടുത്തേക്ക് പോകുന്നു. അയാളുടെ ഡെഡ് ബോഡിയെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. ആ മനുഷ്യന്റെ പുറകിൽ ഒരു കത്തി തറച്ചിരിക്കുകയായിരുന്നു. ഇതിനകം ഇയാളെ ആരോ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. മെഹുൽ പെട്ടെന്ന് ചുറ്റുപാട് നന്നായി അരിച്ചു വെറുക്കുന്നു. എന്നാൽ മെഹുൽ എളുമായി
അവിടെ നിന്നും കിട്ടുന്നില്ല. അതിനുശേഷം മെഹുൽ ആ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് പരിശോധിക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു രേഖ ലഭിക്കുന്നില്ല. ചുറ്റുപാട് നന്നായി അരിച്ചു കൊന്നത് കൊള്ളയടിക്കാനല്ല എന്നത് വ്യക്തമാണ്. ലോകിതമേ, ഇയാളെ കൊന്നത് മോഷണം നടത്താനല്ല എന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. പോക്കറ്റിൽ നിന്നും ഒരു രേഖയും ലഭിക്കുന്നില്ല. ഇയാളുടെ പോക്കറ്റിൽ ഒരു രേഖയും കാണുന്നില്ല. പക്ഷേ ഇയാളെ കൊന്നത് കൊള്ളയടിക്കാനല്ല എന്നത് വ്യക്തമാണ്. ലോജിക്കൽ ആർമി, ഇയാളെ കൊന്നത് മോഷണം നടത്താനല്ല എന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. അവന്റെ വാച്ച് കിടപ്പുണ്ട്, കൊള്ളയടിക്കാൻ വാച്ച് ഊരിക്കൊണ്ട് പോയേനെ. കണ്ടാ ബുദ്ധി. ശ്രദ്ധിച്ചു നോക്കൂ, ആ മനുഷ്യൻ ഒരു കയ്യിൽ വില കൂടിയ വാച്ച് അണിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കയ്യിൽ നോക്കൂ, എന്തുമാത്രം സ്വർണ്ണമൂല്യങ്ങളാണുള്ളത്. മോഷണത്തിനാണ് കൊന്നിരുന്നുവെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഇതിനുശേഷം നല്ല ഉച്ചത്തിൽ ഡോക്ടർ സഞ്ജനയെയും ആലിയെയും അങ്ങോട്ട് വിളിക്കുന്നു. മെഹുലിന്റെ വിളി കേട്ടത് ആലിയ പെട്ടെന്നോടി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു. ആരോ ഈ മനുഷ്യനെ കൊന്നിരിക്കുകയാണ്. നമുക്ക് പിക്നിക് ഉപേക്ഷിച്ചിട്ട് ആദ്യം ഈ കേസിന്റെ വസ്തുതകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഞ്ജനയും അങ്ങോട്ടേക്ക് വരുന്നു. മെഹുലിന്റെ കാർ കാടിന് പുറത്ത് റോഡരികിലായി കിടക്കുകയായിരുന്നു. മെഹുലും ആലിയും ചെന്ന് ബോഡി തങ്ങളുടെ കാറിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയോടൊപ്പം പിക്നിക്കിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് നഗരത്തിലേക്ക് പുറപ്പെടുന്നു. കാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴിയിൽ 2 ദിവസമായി പട്ടിണി കിടക്കുന്ന ആക്രമണകാരിയായ സിംഹമുണ്ടായിരുന്നു. രണ്ടാമത്തെ വഴിയിൽ കൂടി ഒരു വലിയ പാമ്പ് പോവുകയായിരുന്നു. മൂന്നാമത്തെ വഴിയിൽ കുറെ മുള്ളുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആക്രമണകാരികളായ കുറുക്കന്മാരും ഇര തേടി നടക്കുന്നുണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് പോകേണ്ടത്? ചിന്തിക്കൂ. ബി. കാരണം പാമ്പിന് അങ്ങോട്ടൊന്നും ഡോർ തുറന്നൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. സിംഹമാണെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് എപ്പോഴേ അവനെ തിന്നു. മുള്ളാണെങ്കിൽ ടയറ് പഞ്ചറാവും. അപ്പോൾ ബി. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കും. ശ്രദ്ധിച്ചു നോക്കൂ, രണ്ടാമത്തെ വഴിയിൽ കൂടി പാമ്പ് പോകുന്നുണ്ട്. അത് പക്ഷേ നേരെയാണ് പോകുന്നത്. പാമ്പ് ഒരിക്കലും നേരെ പോകില്ല, അതെപ്പോഴും വളഞ്ഞാണ് പോകുന്നത്. ഇതിനർത്ഥം ആ പാമ്പ് യഥാർത്ഥമല്ല. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ഡോക്ടർ സഞ്ജന തന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ലാബിന്റെ വാതിൽ തുറക്കുന്നു. മെഹുൽ ആ മനുഷ്യന്റെ മൃതശരീരവുമായി അകത്തേക്ക് വരുന്നു. അതിനുശേഷം ഡോക്ടർ സഞ്ജന ആ മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ഈ മനുഷ്യൻ മരിച്ചത് കത്തിക്കുത്തേറ്റല്ലെന്ന്. പക്ഷേ അയാൾക്കൊരു പ്രത്യേക വിഷമീരുമെന്ന്, അത് നഗരത്തിലെ ലാബിൽ മാത്രമേ കിട്ടുകയുള്ളൂവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം അയാളെ വിഷം കൊടുത്താണ് കൊന്നത്. എന്നിട്ട് കൊലയാളി അയാളെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ടാകും. നമുക്ക് എല്ലാ ലാബുകളെ കുറിച്ചുള്ള വിവരങ്ങളും എടുക്കേണ്ടതുണ്ട്. മെഹുൽ നഗരത്തിലുള്ള ലാബുകളിൽ നിന്നും സാമ്പിൾ റിപ്പോർട്ട് എടുത്തിട്ട് വരുവാൻ ആലിയോട് പറയുന്നു. ഇതിൽ നിന്നും ഏത് ലാബിൽ നിന്നുമാണ് വിഷം കിട്ടിയതെന്ന് അറിയുവാനുമാകും. ആ സമയം മെഹുലിന് അവിചാരിതമായി ഭൂൽഫല സയന്റിസ്റ്റിന്റെ കോൾ വരുന്നു. അദ്ദേഹം മെഹുലിനോട് പറയുന്നു, താൻ ലാബിൽ ഒരു സ്പെഷ്യൽ പോയിസൺ ഉണ്ടാക്കിയിരുന്നു, എന്നാൽ അത് മോഷണം പോയിരിക്കുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്. കൊലപാതകി ഭൂൽഫല സയന്റിസ്റ്റിന്റെ ലാബിൽ നിന്നാകും വിഷം മോഷ്ടിച്ചിട്ടുണ്ടാവുക. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ ഭൂൽഫല സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്. കൊലപാതകി വിഷം മോഷ്ടിച്ചിട്ടുണ്ടാവുക. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ ഭൂൽഫല സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ലോജിക്കൽ ആർമി, ഏത് വഴിയിലൂടെ പോയാലാണ് മെഹുലിന്റെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്താനാവുക? എ, ബി, സി അതോ ഡിയോ? നന്നായി ചിന്തിക്കൂ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയാൽ മതി. ഈ ലാസ്റ്റത്തെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിപ്പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ബി ആണ് ഉത്തരം. ബി ലാസ്റ്റത്തേന് പോയാൽ മതി. അതാകുമ്പോൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഉത്തരം ബി എന്ന വഴി ഇങ്ങനെ. കണ്ടാ, എനിക്കറിയായിരുന്നു. മെഹുൽ ബി എന്ന വഴി തെരഞ്ഞെടുത്ത സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ഭൂൽഫല സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് വിഷം ഉണ്ടാക്കിയതെന്ന്. അതിന്റെ സഹായത്തോടെ ഏറ്റവും വലിയ വൈറസിനെ വരെ നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വിഷം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയം ഭൂൽഫല സയന്റിസ്റ്റിന്റെ ലാബിൽ 3 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 3 പേരെയും ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെ ആൾ പറയുന്നു, സർ, ഞാൻ ആ സമയത്ത് ലാബിൽ ലൈം വാട്ടർ ഉണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ബാത്റൂമിലേക്ക് പോയിരുന്നു. അപ്പോഴായിരിക്കും മോഷണം നടന്നിട്ടുണ്ടാവുക. രണ്ടാമൻ പറയുന്നു, ഞാൻ മുടിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, എന്റെ കയ്യിൽ കുറച്ച് മുടിയുണ്ട്. മൂന്നാമൻ പറയുന്നു, സർ, ഞാൻ രാവിലെ മുതൽ എന്റെ ജോലിയിലായിരുന്നു. ജോലി ചെയ്ത് ഞാൻ 3-4 കോഫി കുടിച്ചു തീർന്നു. ഇത് നോക്കാറ് എന്റെ കപ്പുകൾ. 3 പേരെയും സംസാരം കേട്ട ശേഷം ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലായി. പക്ഷേ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? ബി. കാരണം അവൻ മൊട്ടത്തലേനാ, അവനങ്ങനെ മുടി കിട്ടി.
विंटर में डीपी आरोपी खतरनाक लाता कहां से है? जैसे कि भाई सिर्फ ഇവിടെ ആദ്യത്തെ മനുഷ്യൻ കള്ളം പറയുകയാണ്. അയാളുടെ ലൈം വാട്ടറിനെ അതേപോലെ തന്നെയുണ്ട്. ലൈം വാട്ടർ കുറെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ കൊത്ത് വെള്ളത്തിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുമായിരുന്നു. അതിന്റെ മുകളിൽ വെള്ളപ്പാട ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മാറ്റവും അതിനുണ്ടായിരുന്നില്ല. അയാൾ കള്ളം പറയുകയായിരുന്നു. കള്ളം പറയുവാൻ വേണ്ടി അയാൾ ഇപ്പോൾ ലൈം വാട്ടർ ഉണ്ടാക്കിയതാണ്. അയാളെ പിടിച്ചു. ഇനി സത്യമായി പറയുക, നിങ്ങൾ എന്തിനാ ഭൂൽഫുല സയന്റിസ്റ്റിന്റെ വിഷം മോഷ്ടിച്ചത്? ആ സമയം അയാൾ പറയുന്നു, ഗുഡു ഭയ തനിക്ക് 10,000 രൂപ തന്നിരുന്നു, എന്നിട്ട് വിഷം മോഷ്ടിക്കുവാനായി പറഞ്ഞു. അതുകൊണ്ടാണ് അയാൾ ആ വിഷം മോഷ്ടിച്ചു കൊടുത്ത് നിങ്ങൾ 10,000 രൂപയ്ക്ക് വേണ്ടി ഗുഡുവിന് വിഷം മോഷ്ടിച്ചു നൽകി. അയാൾ അത് വെച്ച് ഒരാളെ കൊന്നു. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ഗുഡ് അഡ്രസ് തരൂ. ആ മനുഷ്യൻ മെഹുലിന് ഗുഡുവിന് അഡ്രസ് കൊടുക്കും. മെഹുൽ കാറ് ഗുഡുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. മെഹുൽ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ഗുഡു വെളിയിലേക്ക് വരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതാണ്. കൊലപാതകത്തിന്റെ കാര്യം കേട്ടും ഗുഡു മെഹുലിനെ അതിശക്തമായി തൊഴിക്കുന്നു. മെഹുൽ മുകളിലേക്ക് പൊങ്ങി ദൂരേക്ക് ചെറിയ വീഴുന്നു. ഗുഡു വാതിലച്ച് കുറ്റിയിടുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി ഞാൻ ഇവന് ശക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മെഹുൽ വാതിൽ തുറക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വാതിലിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹുലിന് വാതിൽ തുറക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെഹുലിന്റെ മുന്നിൽ വീടിനകത്തേക്ക് പോകുവാൻ 3 വഴികളുണ്ട്. ആദ്യത്തേത് ചുവരിലുള്ള പൈപ്പ്, രണ്ടാമത്തേത് അടുത്തുള്ള ജനൽ വഴി, മൂന്നാമത്തേത് ടയറിന്റെ ഒരു കഷ്ണം വെച്ചിട്ട്. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാമോ? ചിന്തിക്കൂ. കയറാണോ? ഈ കയറെടുത്ത് അതിന്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് അതുവഴി കയറാൻ പറ്റും. കാരണം ഇവിടെ ഏതോ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. മെഹുലിന് പൈപ്പ് വഴി മുകളിലേക്ക് പോകാൻ കഴിയും. എന്നാൽ പൈപ്പിൽ പായൽ ശ്രദ്ധിച്ചു നോക്കൂ. അത് ഈ വീടല്ല, രണ്ടാമത്തെ വീടിലാണ്. അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. കയറും തീരെ ചെറുതാണ്. അതുപയോഗിച്ച് മെഹുലിന് എന്താണ് ചെയ്യാനാവുക? മെഹുൽ വാതിലിൽ അതിശക്തമായി തൊഴിച്ച് തന്റെ രക്തി തെളിയിക്കുന്നു. മെഹുൽ ഗുഡുവിനെ വീടിനകത്ത് തിരയുന്നു. എന്നാൽ ഗുഡു പുറകിലുള്ള വാതിൽ വഴി ഓടിപ്പോയിരുന്നു. മെഹുൽ പുറകുവശത്തുള്ള വാതിലിനടുത്തെത്തുന്നു. അവിടെ നിന്ന് 3 വഴികൾ പിരിയുന്നുണ്ടായിരുന്നു. ഈ 3 വഴികൾ കണ്ടിട്ട് ഏതിലൂടെയായിരിക്കും ഗുഡു ഓടിയതെന്ന് പറയാനാകുമോ? ലോജിക്കാരൻ ചിന്തിക്കൂ. 3 കാണുന്നേ ഓടിയതാണെങ്കിൽ നല്ലോണം കാലെടുത്ത് വെച്ചോളൂ. ഇതാ മൂന്നാമത്തെ ബാക്കിയൊക്കെ നടന്നു പോയതിന്റെ പാടാ. ആദ്യത്തെയും രണ്ടാമത്തെയും വഴികളിലൂടെയുള്ള കാൽനടയുടെ അകലം വളരെ കുറവാണ്. ഇത് നടന്നു പോയതിനെയാണ് കാണിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ കാൽനടയുടെ അകലം നോക്കൂ, വളരെ വലുതാണ്. അതിനർത്ഥം ഇത് ഓടിയതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഗുഡു എന്തായാലും നടന്ന് രക്ഷപ്പെട്ട് കാണില്ല. അയാൾ എന്തായാലും ഓടിയായിരിക്കും രക്ഷപ്പെട്ട് കാണുക. അതിനർത്ഥം അയാൾ മൂന്നാമത്തെ വഴിയിലൂടെയാണ് ഓടിയത്. ഈ വഴി നേരെ പോകുന്നത് സുൽത്താൻഗഞ്ചിലേക്കാണല്ലോ. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് ഓടുന്നു. ഓടുന്നതിനിടയിൽ ആലിയോടും സുൽത്താൻഗഞ്ചിലേക്ക് വരുവാൻ പറയുന്നു. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് എത്തുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് സുൽത്താൻഗഞ്ചിലെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ചില ചായക്കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. മെഹുൽ എല്ലായിടവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എന്നിട്ട് ഗുഡു എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോജിക്കൽ ആർമി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഗുഡു എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ. ഇവന്റെ മുഖത്തല്ല പാടുണ്ടോ? പിന്നെ മുഖത്തൊരു പാടുമില്ല. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്നും ഒന്നും പോകത്തില്ല. പിന്നെ ഇതവിടെ ഉള്ളേ ഇവനാണോ? ആരായിരിക്കും? ഷൂസ്. അപ്പൊ ഇവനാണ് കള്ള. അരക്കയ്യൻ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. ചെരുപ്പ് ഷൂ ശ്രദ്ധിച്ചു നോക്കൂ. ചായക്കടക്കാരൻ ലെതർ ജാക്കറ്റും മഫ്ലറും അണിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചൂടിപ്പോൾ വളരെ കൂടുതലുമാണ്. ബാക്കിയുള്ളവർ അരക്കയ്യൻ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ ഗുഡുവെങ്ങാനുമാകുമോ? ഇവനെന്തിനാ ഇത്രയും ചൂടിൽ ലെതർ ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത്? തീർച്ചയായും എന്തോ ഒളിപ്പിക്കുവാനുള്ള ശ്രമമാണ്. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ മനുഷ്യൻ തന്റെ ജാക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് മെഹുലിന് നേരെ വെടിവെക്കുവാൻ തുടങ്ങി. മെഹുൽ ഡൈവ് ചെയ്ത് അടുത്തുള്ള ഡ്രമ്മിന് പുറകിൽ ഇരിക്കുന്നു. ജാക്കറ്റുകാരൻ നിർത്താതെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. മെഹുലിന്റെ മുന്നിലെ ഡ്രമ്മിൽ തുളകൾ വീഴുവാൻ തുടങ്ങുന്നു. മെഹുൽ എന്നിട്ട് ആ മനുഷ്യന് നേരെ നിറയൊഴിച്ചു. മെഹുലിന്റെ കയ്യിൽ തോക്ക് കാണുന്നതും ജാക്കറ്റുകാരൻ ചുവരിന് പിന്നിൽ ഒളിക്കുന്നു. പക്ഷേ ഇത്രയും ആയപ്പോഴേക്കും അവിടേക്ക് ആലിയ വരുന്നു. ആ ജാക്കറ്റുകാരന്റെ പുറകെ നിന്ന് വടി കൊണ്ട്
നീ എപ്പോഴും കൃത്യസമയത്ത് തന്നെ എത്താറുണ്ട്. അതിനുശേഷം മെഹുലും ആലിയയും അയാളെ കെട്ടിയിട്ട് മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നു. നീ ആരാണ്? എനിക്ക് നേരെ എന്തിനാണ് വെടിവെച്ചത്? അയാൾ പറയുന്നു താൻ ഗുഡുവിന്റെ സഹായിയാണെന്നും ഗുഡു മെഹുലിനെ കൊല്ലുവാൻ പറഞ്ഞുവെന്നും. അതിനുശേഷം മെഹുലും ആലിയയും അയാളുടെ സഹായത്തോടെ ഗുഡുവിനെയും പിടികൂടുന്നു. Case solved. Detective മെഹുൽ rocks. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.